ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായി. 24,991 നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നിഫ്റ്റി 25,035 എന്നുള്ള ആ ഒരു 25,000 സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് നല്ലൊരു മൊമെന്റം കാണിച്ചതാണ്. പക്ഷെ അതിനുശേഷം ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. ഒരു ഘട്ടത്തിൽ 24,915 വരെ നിഫ്റ്റി പോയതായിട്ടും കാണാം. എന്നാൽ 24,920 ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നു. ആ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് പോയത് വീണ്ടും തിരിച്ച് കയറി വന്ന് 24,973 ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചു. ഏകദേശം 100 പോയിന്റിന്റെ ഒരു അപ്സൈഡ് മൂവ് ഇന്ന് മൊത്തത്തിൽ നിഫ്റ്റിയിലുണ്ടായി. അപ്പോൾ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ പുട്ട് കോൾ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഹയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 എന്ന ലെവലാണ്. ഹയസ്റ്റ് പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റും 25,000 ലെവലാണ്. അപ്പോൾ മാർക്കറ്റ് വലിയ തോതിൽ ഇനി താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ വലിയ തോതിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും ഈ ശക്തമായ 25,000 എന്ന റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ആ 25,000 ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട ടോക്സ് പുനരാരംഭിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് ഒരു ഭാഗത്ത് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൻ്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് പറഞ്ഞത് ഇന്ത്യയും US തമ്മിലുള്ള ഒരു ട്രേഡ് ബാരിയർ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുമെന്നും തൻ്റെ സുഹൃത്തായിട്ടുള്ള PM മോഡിയുമായി അടുത്ത ആഴ്ച സംസാരിക്കുമെന്നൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് ഒരു സക്സസ്ഫുൾ കൺക്ലൂഷനിൽ രണ്ട് രാജ്യങ്ങളും എത്തുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് തൻ്റെ ട്വീറ്റ് അവസാനിപ്പിച്ചത്. അപ്പോൾ ട്രേഡ് ടോക്ക് പുനരാരംഭിക്കുമെന്നുള്ള ഒരു വാർത്ത തീർച്ചയായിട്ടും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ചില കമ്പനികളിൽ നല്ലൊരു മൂവ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും അവന്തി ഫീഡ്സ് ഒരു പ്രധാനമായിട്ടും ഷ്രിംപ് ഫീഡ് അതുപോലെ പ്രോസസ്ഡ് ഷ്രിംസ് എക്സ്പോർട്ട് ചെയ്യുന്ന സീ ഫുഡ് മേഖലയിലുള്ള കമ്പനിയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും 12% ഒരു അപ്സൈഡ് ക്ലോസിംഗിലാണ് ഇന്ന് അവന്തി ഫീഡ് അതിൻ്റെ ട്രേഡ് അവസാനിപ്പിച്ചത്. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ സെഗ്മെന്റിലുള്ള പല സ്റ്റോക്കുകളിലും നല്ലൊരു റാലി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ പേൾ ഗ്ലോബൽ ഇന്ത്യ 10% അപ്സൈഡ് പോയി, വെൽസ്പൺ ലിവിംഗ് 9% അപ്സൈഡ് പോയതായിട്ട് കാണാം. അതുപോലെ ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് 19% അപ്സൈഡ് പോയി, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് 8% മുമ്പോട്ട് പോയതായിട്ട് കാണാം. ബോംബെ ഡേയിങ്, കിറ്റക്സ് ഗാർമെന്റ്സ്, ട്രൈഡന്റ്, അലോക് ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്റ്റോക്കുകളിലും നല്ല മൂവ് ഇന്ന് ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ US എക്സ്പോർട്ട് ചെയ്യുന്ന അവിടെ 50% താരിഫിൻ്റെ ആ ഒരു ഭീഷണി നിൽക്കുന്ന പല കമ്പനികളിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉണർവ് നൽകാൻ ഇന്നത്തെ ഈ ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉപകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതേസമയം തികച്ചും കോൺട്രഡിക്ടറി ആയിട്ടുള്ള മറ്റൊരു കാര്യവും ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൈനയുടെയും ഇന്ത്യയുടെയും മേലെ 100% താരിഫ് ഏർപ്പെടുത്തണമെന്നാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മോസ്കോ അല്ലെങ്കിൽ റഷ്യ ആ ഉക്രൈൻ വാറിൽ നിന്ന് പിന്മാറുമെന്നാണ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ഉപദേശിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യയെ തലോടിക്കൊണ്ടും മറുഭാഗത്ത് ഇന്ത്യക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഒരു തരം ഡബിൾ ഗെയിമാണ് ഇപ്പോൾ ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ US മാർക്കറ്റിൽ ഈ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു വരുന്നുണ്ട്. സുപ്രീം കോടതി ഇപ്പോൾ നിലവിലുള്ള US ട്രംപ് താരിഫ് റദ്ദാക്കുന്ന പക്ഷം ഇതുവരെ ഈടാക്കിയിട്ടുള്ള ആ ഒരു താരിഫിന്റെ എമൗണ്ട് പൂർണ്ണമായിട്ടും അമേരിക്കയിലുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് തിരിച്ചു നൽകേണ്ടി വരുമെന്ന് ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് പറയുകയുണ്ടായി. NBC ന്യൂസുമായിട്ടുള്ള ഒരു മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് തീരുമാനവുമായി ബന്ധപ്പെട്ട് റെസിപ്രോക്കൽ താരിഫ് അല്ലാതെ തന്നെ മറ്റ് പല മാർഗങ്ങളുണ്ടെന്നും എന്നാൽ ഒരു വിലപേശലിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു റെസിപ്രോക്കൽ താരിഫിന്റെ ഒരു രീതി ട്രംപ് സ്വീകരിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ സുപ്രീം കോടതിയിൽ ഈ ഒരു ട്രംപ് താരിഫിനെതിരെയുള്ള വിധി വന്നാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ റെസിപ്രോക്കൽ താരിഫ് അല്ല വിഷയം. ഇവിടെ വിഷയം ഇന്ത്യയുടെ പെനാൾട്ടിയാണ്, അഡീഷണൽ താരിഫാണ് വിഷയം. അത് ഒരു ശിക്ഷ എന്നുള്ള രീതിയിലാണ് ഇന്ത്യക്ക് മേൽ വിധിച്ചിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ആ ഒരു പരിധിയിൽ ഈ ഒരു പെനാൾട്ടി വരാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു വിധി ഈ താരിഫിനെതിരെ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നാലും അത് ഇന്ത്യയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്ത്യയുമായിട്ടുള്ള ഒരു ട്രേഡ് ടോക്സ് പുനരാരംഭിക്കുമെന്നുള്ള ഒരു വാർത്ത സൃഷ്ടിച്ച സെന്റിമെന്റ്സ് കൂടാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഇന്നലെ FIIs നടത്തിയിട്ടുള്ള നെറ്റ് പർച്ചേസ് അത് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നും നമുക്ക് കാണാൻ കഴിയും FIIസിന്റെ സെല്ലിങ് വലിയ തോതിൽ കുറഞ്ഞതായിട്ട് കാണാം. ഇന്ന് വെറും 100 കോടിയുടെ ഒരു സെല്ലിങ് മാത്രമാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ FIIs തീർച്ചയായിട്ടും
വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മഞ്ഞുരുകുന്നതിൻ്റെ ഒരു ലക്ഷണം കാണുന്നത് കൊണ്ട് തന്നെ അവരൊരു ബൈങ് മോഡിലേക്ക് ഇനിയുള്ള ഗ്ലോബൽ ക്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വന്നുകൂടായികയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുകൂടാതെ റുപ്പി കുറച്ചുകൂടി സ്റ്റേബിൾ ആകുന്നതിൻ്റെ ലക്ഷണങ്ങളും നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. ഇപ്പോഴും 88 മുകളിലാണെങ്കിലും അത് ആ ഒരു ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. ഇന്ന് BSEയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 56% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 40% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബൈങ് നടന്നതായിട്ട് കാണാം. എന്നാൽ 25,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ വളരെ ശക്തമാണ്. ആ ലെവലിന് മുകളിലേക്ക് നിഫ്റ്റിക്ക് പോകാൻ കഴിയാത്തത് അവിടെ ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന് മറികടക്കാൻ തക്ക ശക്തമായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും ഡൊമസ്റ്റിക് ക്യൂസും ഇനിയും വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുകയുള്ളൂ. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ശക്തമായ ഒരു ബുള്ളിഷ് മൂവ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇന്ന് വന്നിട്ടുള്ള അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടിന്റെ ഡാറ്റ, ഓഗസ്റ്റ് മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോവുമായി ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റ, അത് 22% ഒരു ഇക്വിറ്റി ഇൻഫ്ലോയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിക്ലൈൻ ആണ് കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ ജൂലൈയിൽ 42,000 കോടി ഉണ്ടായ സ്ഥാനത്താണ് ഇപ്പോൾ ഈ 33,000 കോടിയായിട്ട് അത് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വളട്ടൈലായിട്ടുള്ള സൈഡ് വൈസ് മാർക്കറ്റിൽ ഇത്രയധികം നെഗറ്റീവ് വാർത്തകൾ ഉണ്ടായിട്ട് പോലും വലിയ തോതിൽ അത് ഇടിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൊത്തത്തിലുള്ള ഒരു ഇൻഫ്ലോ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 52,000 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് ഓഗസ്റ്റിൽ വന്നത്. എന്നാൽ ജൂലൈ മാസം അത് 1.79 lakh crore ആയിരുന്നു. അതൊരു റെക്കോർഡ് ഇൻഫ്ലോ ആയിരുന്നു. സ്വിപ്പ് കോൺട്രിബ്യൂഷനിൽ വലിയ തോതിലുള്ള ഡിക്ലൈൻ ഉണ്ടായിട്ടില്ലെന്ന് കാണാം. 28,265 കോടിയാണ് സ്വിപ്പ് വഴിയുള്ള ഇൻഫ്ലോ കാണുന്നത്. കഴിഞ്ഞ മാസം അത് 28,464 കോടിയായിരുന്നു. അവിടെ നേരിയ ഒരു ഡിക്ലൈൻ മാത്രമേ കാണുന്നുള്ളൂ. എങ്കിൽ പോലും മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ തുടർച്ചയായി 54-ാമത്തെ മാസത്തിലാണ് ഈ രീതിയിലുള്ള ഈക്വിറ്റി ഇൻഫ്ലോ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓവറോൾ അസറ്റ് മാനേജ്മെന്റ് ഇപ്പോൾ 75 ലക്ഷം കോടി കവിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിന്റെ ഈ ശക്തമായ ഒഴുക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഈക്വിറ്റി മാർക്കറ്റിനോട് കാണിക്കുന്ന ആ ഒരു അഭിനിവേശം വലിയ തോതിൽ തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മാർക്കറ്റിനെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ചില സ്റ്റോക്ക് സ്പെസിഫിക് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകളുടെ തിരിച്ചുവരവ് സൂചിപ്പിക്കാൻ നാം ആശ്രയിക്കുന്ന ധാരാളം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് മൂവിങ് ആവറേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂവിങ് ആവറേജുകൾ 20 ഡേ ഉണ്ട്, 50 ഡേ ഉണ്ട്, 100 ഡേ ഉണ്ട് എന്നിങ്ങനെ ഷോർട്ട് ടേം മീഡിയം ടേമിലുള്ള മൂവിങ് ആവറേജ് ഉണ്ട്. 200 ഡേ മൂവിങ് ആവറേജ് പോലെ ലോങ് ടേം മൂവിങ് ആവറേജുകളും ഉണ്ട്. അപ്പോൾ വിവിധ ടൈം പീരീഡിൽ നമുക്കതിന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഷോർട്ട് ടേം മൂവിങ് ആവറേജ് ഒരു ലോങ് ടേം മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു മൊമെൻറ്റം ഇൻക്രീസ് ആയതിൻ്റെ ഒരു സിഗ്നൽ ആയിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത്. അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് പൊതുവെ പ്രതീക്ഷിക്കുന്നു. ഇതിനെ നമ്മൾ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി വൈഡ്ലി യൂസ് ചെയ്യുന്ന 2 മൂവിങ് ആവറേജിൻ്റെ ഒരു കോമ്പിനേഷനാണ് 50 ഡേ മൂവിങ് ആവറേജും 200 ഡേ മൂവിങ് ആവറേജ്. അപ്പോൾ 50 ഡേ മൂവിങ് ആവറേജ് 200 ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഗോൾഡൻ ക്രോസ് നടന്നു എന്ന് പറയുന്നത്. എന്നാൽ ഗോൾഡൻ ക്രോസ് നടന്നു എന്നതുകൊണ്ട് അതൊരു ശക്തമായൊരു ബൈങ് സിഗ്നലാണ് എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. കാരണം ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. അതായത് ട്രെൻഡ് ആരംഭിച്ചതിൻ്റെ തുടക്കത്തിൽ മൊമെൻറ്റം നടന്നതിന് ശേഷമായിരിക്കും ഈ സിഗ്നൽ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തുടക്കത്തിലുള്ള ഒരു നേട്ടം ചിലപ്പോൾ നമുക്ക് മിസ്സായെന്ന് വരാം. അതുപോലെ ചിലപ്പോൾ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റിൽ ചിലപ്പോൾ ഇത് ഫോൾസ് സിഗ്നൽ ആയിട്ട് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു ഫ്യൂച്ചർ സക്സസ് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ ആ ഒരു റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെ ഫണ്ടമെൻ്റൽസും സെക്ടർ അനാലിസിസും ഒക്കെ നടത്തിക്കൊണ്ട് മാത്രമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ബൈങ് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തു പോകുന്ന ചില സ്റ്റോക്കുകൾ ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ് ആണ്. ഇത് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് കാർബൺ മെറ്റീരിയൽസും സ്പെഷ്യാലിറ്റി കെമിക്കൽസും മാനുഫാക്ചർ ചെയ്യുകയും സെല്ലുകയും ചെയ്യുന്ന കമ്പനിയാണ്. കൂടാതെ കോൾ ടാർ പിച്ച്, കാർബൺ ബ്ലാക്ക്, ലിത്യം അയൺ ബാറ്ററികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിർമ്മിക്കുന്ന ഈ ഒരു കമ്പനി അതിൻ്റെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ സെപ്റ്റംബർ 4-ാം തീയതി നടന്നതായിട്ട് കാണാം. 482 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഇത് നടന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് നമ്മൾ കാണുന്നത് 469 എന്ന ലെവലിലാണ്. അപ്പോൾ അതായത് ഗോൾഡൻ ക്രോസ് ഓവർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രൈസ് കുറച്ച് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് 4% ഒരു അപ്സൈഡ് പോയി സ്റ്റോക്ക് ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. മറ്റൊരു സ്റ്റോക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. ഇത് ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളുടെ ഒരു ഇന്ത്യയിലെ ലീഡിംഗ് മാനുഫാക്ചറാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രിയൽ, സ്പെഷ്യാലിറ്റി ബാറ്ററീസ് തുടങ്ങിയ ഡൈവേഴ്സിഫൈഡ് സെക്ടറിലുള്ള ബാറ്ററി നിർമ്മാതാക്കളാണ് ഇവർ. ഇതിൻ്റെ ഗോൾഡൻ ക്രോസ് ഓവർ സെപ്റ്റംബർ 3-ാം തീയതി നടന്നിട്ടുണ്ട്. അന്ന് പ്രൈസ് 388 ആയിരുന്നു. ഇന്ന് ഇതിൻ്റെ പ്രൈസ് നല്ല തോതിൽ വർദ്ധിച്ചിട്ട് 422 ആയതായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്ക് മാനോൺ പിസ്റ്റൺസ് ലിമിറ്റഡ് ആണ്.
അപ്പോൾ പാസഞ്ചർ കാറുകൾക്കും മറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിളുകൾക്കും ആവശ്യമുള്ള ഹൈ ക്വാളിറ്റി അലൂമിനിയം അലോയ് അതുപോലെ ഫോർജ്ഡ് സ്റ്റീൽ പിസ്റ്റൺസ് ഒക്കെ നിർമ്മിക്കുന്ന ഈ ഒരു കമ്പനി അതിൻ്റെ ഗോൾഡൻ ക്രോസ് ഓവർ സെപ്റ്റംബർ 3-ാം തീയതി നടന്നതായിട്ട് കാണാം. അന്ന് 63 എന്ന പ്രൈസിലാണ് അത് നടന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്നത് 69 എന്ന ലെവലിലാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ആ ഒരു ഒറിജിനൽ ഗോൾഡൻ ക്രോസ് ഓവർ തന്നെയായിരുന്നു അത് എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു ഷോക്ക് കാണുന്നത് ഇമാമി പേപ്പർ മിൽസ് ആണ്. ന്യൂസ് പ്രിന്റ്, റൈറ്റിംഗ്, പ്രിന്റിംഗ് പേപ്പർ കൂടാതെ മൾട്ടി ലെയർ കോട്ടഡ് പാക്കേജ്ഡ് ബോർഡൊക്കെ നിർമ്മിക്കുന്ന ഈ ഒരു പേപ്പർ കമ്പനി അതിൻ്റെ ഗോൾഡൻ ക്രോസ് ഓവർ നടന്നത് 99 എന്ന പ്രൈസിലാണ്. ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത് 101 എന്ന പ്രൈസിലാണ്. അപ്പോൾ അവിടെയും ഗോൾഡൻ ക്രോസ് കഴിഞ്ഞ് നേരിയ തോതിൽ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗോൾഡൻ ക്രോസ് ചെയ്ത 4 സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് കൂടാതെ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. എങ്കിലും ഗോൾഡൻ ക്രോസ് ഓവർ നടന്നു എന്നതുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആവണമെന്ന് നിർബന്ധമില്ല. കൂടുതൽ അനാലിസിസ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ റിസർച്ച് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.